അപ്പൊ നമുക്കൊന്ന് മധുരമായിട്ട് ഇതുണ്ടാക്കിയാലോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നു പൈനാപ്പിൾ പച്ചടി. അപ്പോൾ ഇന്ന് നമുക്ക് ചെറിയൊരു ടിപ്പ് പറഞ്ഞുകൊണ്ട് നമ്മുടെ പൈനാപ്പിൾ പച്ചടി, അതായത് മധുര പച്ചടി ഉണ്ടാക്കാനായിട്ട് ആരംഭിക്കാം. ഞാനിവിടെ ഒരു മുഴുവൻ പൈനാപ്പിളാണ് എടുത്താക്കുന്നത്. ഏകദേശം 1 കിലോളം ഉള്ള പൈനാപ്പിളാണ് വാങ്ങിയത്. 1 കിലോയിലും കുറച്ച് കൂടുതലുണ്ടായിരുന്നു. പക്ഷെ ഇതിൻ്റെ മൂക്കും അതുപോലെ തന്നെ തൊലിയൊക്കെ പോയി കഴിയുമ്പോൾ നല്ലൊരു ഭാഗം പോയിട്ടുണ്ടാവും. ചെറിയ പോർഷൻ പൈനാപ്പിൾ നമ്മൾ എടുത്തിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിൽ വെള്ളമൊന്നും ചേർക്കാണ്ട് പേസ്റ്റ് ആക്കിയിട്ട് വച്ചാക്കേണ്ടതാണ്. നമ്മുടെ പൈനാപ്പിൾ പച്ചടിക്ക് കൂടുതലൊരു മണവും അതുപോലെ തന്നെ ഒരു ഫ്ലേവറും വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു അടിച്ചു വെച്ചേക്കുന്ന ഒരു പൾപ്പ് നമ്മുടെ പൈനാപ്പിൾ പച്ചടിക്ക് ചേർക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇലയ്ക്ക് പൈനാപ്പിൾ പച്ചടി വിളമ്പുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മൾ പാത്രം തുറക്കുമ്പോൾ തന്നെ ആ പച്ചടിയുടെ ഒരു വാസന, ഒരു മണം നമുക്ക് കിട്ടും. ഏത് പച്ചടിയാണെന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അത്രയ്ക്ക് പൈനാപ്പിളിൻ്റെ ഒരു മണം മുന്നിട്ട് നിൽക്കും. നിങ്ങളുടെ പച്ചടിക്ക്, നിങ്ങൾ ഉണ്ടാക്കണ ഈ മധുര പച്ചടിക്ക്, പൈനാപ്പിൾ പച്ചടിക്ക് ശരിക്കും ഒരു സദ്യ പച്ചടിയുടെ ഒരു സ്വാദും അതുപോലെ തന്നെ ഒരു ഫ്ലേവറും നിങ്ങൾക്ക് പാത്രം തുറക്കുമ്പോൾ തന്നെ കിട്ടും. അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യാറില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കാം. ഒരു ചെറിയ പോർഷൻ മതി, കുറച്ച് വെള്ളം ചേർക്കാണ്ട് നല്ല പേസ്റ്റാക്കി പൾപ്പാക്കി തന്നെ നമ്മൾ മിക്സിയിൽ ഒന്ന് ജെർക്ക് ചെയ്തിട്ട് എടുക്കുക ചെയ്യണത്, ഒന്ന് അരച്ചെടുക്കുക ചെയ്യണത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു പൾപ്പ് കിട്ടും. ഈ പൾപ്പ് നമ്മൾ പൈനാപ്പിൾ വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് ചേർക്കുകയാണ് ചെയ്യണത്. പൈനാപ്പിൾ അത്യാവശ്യം നല്ല വേവുള്ള ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം, പൈനാപ്പിൾ വേവാൻ ആവശ്യമുള്ള വെള്ളം നിങ്ങൾ ഒഴിച്ചോളൂ. നിങ്ങളുടെ പൈനാപ്പിൾ എത്രയുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു അളവിൽ. ഇത് ഓപ്ഷനിലാണ്. ഞാൻ 2 പച്ചമുളകും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത്. അതുപോലെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, പിന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാണ്. ഇനി നമ്മൾ ഇത് ഏകദേശം ഒരു 3 വിസിലൊക്കെ വരെ വേവിച്ചെടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, പൈനാപ്പിൾ നമ്മൾ വിചാരിക്കും വേവില്ല എന്ന്. അങ്ങനെയല്ല, പൈനാപ്പിൾ അത്യാവശ്യം വേവുള്ള ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ ഒരു 2-3 വിസിൽ വരെയൊക്കെ വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. ഞാൻ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു അരമുറി നാളികേരമാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 3 പച്ചമുളക്, ഒരെണ്ണം ചെറുതാണ്, അതുകൊണ്ടാണ് 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് നിങ്ങളുടെ ആവശ്യത്തിന് എടുത്തോളൂ. ഒരു വലിയ പച്ചമുളകാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. അതുപോലെ തന്നെ കുറച്ച് ജീരകം, 1 സ്പൂൺ ജീരകമാണ് എടുത്താക്കുന്നത്. പിന്നെ ഞാൻ ഈ അരപ്പിക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ് ചേർത്തത്. മഞ്ഞപ്പൊടിയും കൂടി ചേർക്കുന്നത് എന്തിനാ വെച്ചാൽ പച്ചടിക്ക് നല്ലൊരു മഞ്ഞ നിറം വരാൻ വേണ്ടിയിട്ടാണ്, ഓപ്ഷനിലാണ്. എനിക്ക് ഏകദേശം ഒരു 2.5 ടീസ്പൂണോളം കട്ടത്തൈര് ചേർക്കാണ്. അപ്പോൾ കട്ടത്തൈര് ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് ഇത് ഏകദേശം അരച്ചെടുക്കാൻ പാകത്തിന്, അതായത് ഭയങ്കര വെള്ളമൊന്നും ആവണ്ട, എന്നാൽ നല്ലൊരു ഫൈൻ പേസ്റ്റ് ആവണം, നല്ല മഷി പോലെ അരിഞ്ഞ് കിട്ടണം. അപ്പോൾ അരയ്ക്കാൻ ആവശ്യത്തിനുള്ള തൈര് നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിപ്പോൾ കുക്കറിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചേക്കണ പൾപ്പ് ഞാൻ പറഞ്ഞു തരുന്നല്ലോ, ഈ പൾപ്പ് ഇതിലേക്ക് ചേർക്കാണ്. പച്ചടിയുടെയും കിച്ചടിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് വരുന്നത് കടുകും കൂടി അരച്ച് ചേർക്കുമ്പോഴാണ്. നമ്മളിവിടെ ഞാൻ വേറൊരു ടിപ്പാണ് പറയുന്നത്, ഞാൻ ഇത്തിരി കടുകിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി നമ്മുടെ ഈ ഒരു പച്ചടിക്ക്, സദ്യ പച്ചടിയുടെ ടേസ്റ്റ് ഉണ്ടാവും.
അപ്പോൾ നമ്മൾ സാധാരണ കടുക് അരച്ച് ചേർക്കാറാണ് പതിവ് നാളികേരത്തിന്റെ കൂടെ. അപ്പോൾ ഇന്ന് അതിന് പകരം 1 ടീസ്പൂണോളം കടുകിന്റെ പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പച്ചടിയൊക്കെ എപ്പോഴും ഒരു മധുര രസം ഉള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഒരു അര വെല്ലം ശർക്കര ചേർക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർക്കേണ്ടവർക്ക് പഞ്ചസാര ചേർക്കാം, ഏതായാലും കുഴപ്പമില്ല. ഈ മധുരം തീരെ വേണ്ടാന്നുണ്ടോര് ഈ സ്റ്റെപ്പ് അങ്ങോട്ട് അവോയ്ഡ് ചെയ്തോളൂ. അപ്പോൾ പൈനാപ്പിളിന്റെ ആ ഒരു ചെറിയ മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സാധാരണ നമ്മൾ സദ്യയിലൊക്കെ കിട്ടുന്ന പച്ചടി ആണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ടാവും. ഇത് നമ്മൾ നല്ല മഷി പോലെ അരച്ചു വെച്ച നാളികേരമാണ്. അരമുറി നാളികേരം, ഒരു ശകലം മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ 3 പച്ചമുളകും 1 ടീസ്പൂൺ ജീരകവും ചേർത്തിട്ട് അരച്ചതാണ്. വെള്ളം കുറച്ച് തൈരിലാണ് നമ്മളിത് അരച്ചെടുത്താക്കുന്നത്. നമുക്ക് ഇതും കൂടി നമ്മുടെ പച്ചടിക്ക് ചേർക്കാം. നമുക്കിനി ഈ നാളികേരത്തിന്റെ പച്ചക്കുത്ത് പോകുന്നതോട് കൂടിയിട്ട് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് മുന്തിരിങ്ങ ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു. നമുക്കിനി ആ മുന്തിരിങ്ങയും കൂടി ഇതിലേക്ക് ചേർക്കാം. മുന്തിരിങ്ങയ്ക്ക് തീരെ വേവ് കുറവാണ്, അതുകൊണ്ട് നാളികേരം കൂടി ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിനേക്കാൾ തൊട്ട് മുമ്പ് മാത്രം മുന്തിരിങ്ങ ചേർത്താൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ മുന്തിരിങ്ങ വെന്ത് തൊലിയൊക്കെ പോയിട്ട് പൾപ്പ് മാത്രമായിട്ട് നമ്മുടെ പച്ചടിയിൽ കിടക്കാൻ സാധ്യതയുണ്ട്. നമ്മളിനി ഇതിലേക്ക് കുറച്ച് മുന്തിരിങ്ങയും കൂടി ചേർക്കുകയാണ്. മുന്തിരിങ്ങ ചേർക്കണതോടു കൂടി തന്നെ ഫ്ലെയിമും ഓഫ് ചെയ്യും. ഇനി നമുക്ക് ഈ പച്ചടിക്ക് കുറച്ച് തൈര് ചേർക്കാം. തൈര് ചേർക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ തൈര് ചേർക്കുന്നത്. സാധാരണ നമ്മൾ പച്ചടിയിൽ തൈര് ചേർത്തതിന് ശേഷം തിളപ്പിക്കാറില്ല. അപ്പം ഞാനിവിടെ 1 കപ്പ് തൈരാണ് ചേർക്കുന്നത്. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ആദ്യം തന്നെ കടുകാണ് ചേർത്തത് വറുത്തിടാൻ വേണ്ടിയിട്ട്. കുറച്ച് ഉലുവ, ഒരു പിഞ്ച് തന്നെ ഉള്ളൂ ചേർത്തിട്ടുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം. ഞാൻ ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകാണ് ഇടുന്നത്. അതുപോലെ ഒരു പിടി വേപ്പില. രണ്ട് മിനിറ്റ് നമുക്ക് ഈ പാത്രം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്യാം. വിളമ്പി നിരനിരയായി ചെറുകറികൾ രുചിയേറും സാമ്പാറുണ്ടേ ഓരരികിൽ പപ്പടവും ഒന്നില്ലിൻ ചോറു വിളമ്പി നിരനിരയായി ചെറുകറികൾ രുചിയേറും സാമ്പാറുണ്ടേ ഓരരികിൽ പപ്പടവും പൈനാപ്പിൾ പച്ചടിയുണ്ടേ 100 തികയ്ക്കാൻ ഇഞ്ചിത്തൈര് അവിയലിന് കൂട്ടുപിടിക്കാൻ ഓലൻ കാളൻ തകടയിലെ ഒന്നില്ലിൻ ചോറു വിളമ്പി നിരനിരയായി ചെറുകറികൾ രുചിയേറും സാമ്പാറുണ്ടേ ഓരരികിൽ പപ്പടവും വയറു നിറച്ചോടല്ലേ വരണുണ്ടേ വമ്പന്മാർ വയറു നിറച്ചോടല്ലേ വരണുണ്ടേ വമ്പന്മാർ പാലടയും പഴവും
പരിപ്പും ഗോതമ്പും ചക്കയുമായി പ്രഥമനുകൾ പലവിധമായി